എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന കണ്ണൂർ കോട്ടയിലെ കാഴ്ചകളാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന കണ്ണൂർ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ദി അൽമീദ 1505 പണിതതാണ് കണ്ണൂർ കോട്ട. വലിയ കിടങ്ങുകളോടെ വെട്ടുകല്ലിൽ പണിത ത്രികോണാകൃതിയിലുള്ള നിർമ്മിതിയാണ് ഇത്. പിന്നീട് ഡച്ചുകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഈ കോട്ട അവരുടെ സൈനിക ആസ്ഥാനവും അധികാര കേന്ദ്രവുമാക്കി മാറ്റിയിരുന്നു. മാപ്പിള ബേയും ധർമ്മടം തുരുത്തുമാണ് 2 പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത്. മാപ്പിള ബേ ഒരു സ്വാഭാവിക തുറമുഖമാണ്. കൂടാതെ പുറം കടലിനെ തുറമുഖവുമായി തിരിക്കുന്ന വലിയൊരു കടൽ ഭിത്തിയും കെട്ടിയിട്ടുണ്ട്. കണ്ണൂർ കോട്ടയിൽ നിന്നാണ് ഈ കടൽ ഭിത്തിയുടെ തുടക്കം. ഏകദേശം 5 ഏക്കർ മാത്രമുള്ള ധർമ്മടം തുരുത്ത് കടൽ തീരത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ ഉള്ളിൽ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. വേലിയിറക്ക സമയത്ത് തുരുത്തിലേക്ക് വെള്ളത്തിലൂടെ നടന്നു കയറാനും പറ്റും. കണ്ണൂർ കോട്ട സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ്കോ ദി അൽമേദ ആണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ട പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലുപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. 1,00,000 രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലിരാജക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറുകയും ചെയ്തു. കോട്ടയ്ക്ക് ഉള്ളിൽ ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. മാപ്പിള ബേ തുറമുഖവും അറയ്ക്കൽ പള്ളിയും കോട്ടയ്ക്ക് അടുത്താണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കോട്ടയുള്ളത്. 2015 ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഉത്ഖനനത്തിൽ തേങ്ങയുടെയും ഓറഞ്ചിൻ്റെയും മറ്റും വലുപ്പമുള്ള 1500ഓളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തുകയുണ്ടായി. തുടർ ദിവസങ്ങളിൽ നടത്തിയ പര്യവേഷണത്തിൽ 250 ഗ്രാം മുതൽ 9 കിലോ വരെ തൂക്കമുള്ള 13,000ഓളം ഇരുമ്പുണ്ടകൾ ആണ് ലഭിച്ചിട്ടുള്ളത്. നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന ഖനനത്തിനൊടുവിൽ 37,950 പീരങ്കി ഉണ്ടകളാണ് ആകെ കിട്ടിയത്. 10 ദിവസം കൊണ്ട് 4 കുഴികളിൽ നിന്നായാണ് ഇത്രയും വെടിയുണ്ടകൾ പുറത്തെടുത്തത്. പല വലിപ്പത്തിലുള്ള ഇവയിൽ ചിലത് പൊട്ടിയിട്ടുമുണ്ട്. ചിലതിൻ്റെ ഉള്ളു പൊള്ളയാണ്. 4 കുഴികളിൽ 4ാമത്തെ കുഴിയിൽ നിന്നാണ് ഏറ്റവും അധികം വെടിയുണ്ടകൾ ലഭിച്ചത്. കോട്ടമതിൽ വരെ ഈ ശേഖരം പരന്നുകിടന്നിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, അറയ്ക്കൽ, ബ്രിട്ടീഷ് എന്നീ 4 ശക്തികൾ കൈമറിഞ്ഞ ഈ കോട്ടയിലെ പീരങ്കി ഉണ്ടകൾ ആരുപയോഗിച്ചതാണ് എന്ന് പഠനങ്ങളിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. ഇരുമ്പുണ്ടകൾ തൂത്തുക്കുടിയിലും മലബാറിലുമായി നിർമ്മിച്ചതാവാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ കരുതുന്നു. അറബിക്കടലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ കോട്ട രാജ്യത്തെ പുരാതന കോട്ടകളിൽ ഒന്നാണ്. മലബാർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലാറ്ററൈറ്റ് ത്രികോണാകൃതിയിലുള്ള കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഡോൺ ഫ്രാൻസിസ്കോ ദി അൽമേദ നിർമ്മിച്ചതാണ്. ഏതൊരു ഉറപ്പുള്ള അടിത്തറയും പോലെ കണ്ണൂർ കോട്ടയ്ക്കും അതിൻ്റെ ക്രെഡിറ്റിൽ ഞെരുക്കമുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. 1505 പണി കഴിപ്പിച്ച ഈ ഘടന വിദേശത്തു നിന്നുള്ള വ്യാപാര ഇടപെടലുകളെ ചെറുക്കുവാനും ഒരു പ്രതിരോധം എന്ന നിലയിലുമാണ് ജനിച്ചത്. പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗങ്ങളിൽ കടലിനാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം കോട്ടയ്ക്ക് കൂടുതൽ ഭൂമിശാസ്ത്രപരമായ നേട്ടം നൽകുകയും കോട്ട ഉപരോധിക്കാനുള്ള ബാഹ്യശക്തികളുടെ ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്തുകയും ചെയ്തു. കണ്ണൂരിലെ പോർച്ചുഗീസ് ഫാക്ടർ ഗോങ്കലോ ഗിൽ ബർബോസയാണ് കോട്ടയുടെ അടിത്തറയിട്ടത് എന്നാണ് ചരിത്രം.
1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. ഈ കൂറ്റൻ ഉറപ്പുള്ള ഘടന അതിൻ്റെ കൊത്തളങ്ങൾ, കിടങ്ങുകൾ, കൊത്തളങ്ങൾ, ഉയർന്ന ലാറ്ററൈറ്റ് മതിലുകളുടെ ശൃംഖല എന്നിവയാൽ ശക്തമായ ബാലിസ്റ്റിക് കവറേജ് വാഗ്ദാനം ചെയ്തിരുന്നു. വടക്ക് കിഴക്കേ മൂലയിൽ കോട്ടയിലേക്കുള്ള കവാടം തുറക്കുന്നു. വാതിലിൻ്റെ സ്ഥാനവും അതിൻ്റെ നിർമ്മാണ ശൈലിയും പോലും അതിനെ നേരിട്ടുള്ള കാഴ്ചയിൽ നിന്ന് മറക്കാനുള്ള തീവ്രമായ ചിന്തയെ കാണിക്കുന്നുണ്ട്. ഗേറ്റ്വേ കോട്ടയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഗേറ്റ്വേക്ക് മുകളിലൂടെ ഓടുന്ന പടികൾ കയറി കൊത്തളങ്ങളിൽ എത്താം. കൊത്തളങ്ങളിൽ കയറ്റിയിരിക്കുന്ന പീരങ്കികൾ കോട്ട സാക്ഷ്യം വഹിച്ച നിരവധി സാഹസികതകളുടെ കഥകൾ നൽകുന്നു. ലൈറ്റ് ഹൗസുകൾ, വടക്കൻ ചുറ്റുമതിലിൽ നിർമ്മിച്ച ജയിൽ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഓടുന്ന ഒരു കുതിരത്തൊഴുത്ത്, പള്ളി, വെടിമരുന്ന് ഡിപ്പോ, കാവൽപ്പെട്ടി തുടങ്ങി കോട്ടയിലായിരിക്കുമ്പോൾ പര്യവേക്ഷണം ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന കണ്ണൂർ കോട്ടയിലെ കാഴ്ചകളാണ്.